തൃശൂർ ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം ഒരു പ്രദർശനം സംഘടിപ്പിച്ചു. ലൈഫ് ത്രൂ ലെൻസ് എന്ന പേരിൽ. കഴിഞ്ഞ ഒരു വർഷം തൃശൂരിന്റെ വാർത്താ പ്രഭാതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സ്നാപ്പുകളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. നടി മഞ്ജു വാര്യരാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പതിനെട്ട് ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളായിരുന്നു സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിലുണ്ടായിരുന്നത്. സംഘർഷം നിറഞ്ഞ സമരവേദികൾ, വറ്റിവരണ്ട പുഴയും കുടിനീര് ദാഹിക്കുന്ന വയലും ഹൃദയത്തെ തൊട്ട ജീവിത മുഹൂർത്തങ്ങളുമൊക്കെയായി ജീവിതഗന്ധിയായ ചിത്രങ്ങളായിരുന്നു ഇവയിൽ പലതും. ഇന്ത്യയിൽ ആദ്യമായാണ് വിമാനത്താവളത്തിൽ ഒരു ആർട്ട് ഗ്യാലറി പ്രവർത്തിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. ഇത് കഴിഞ്ഞയാഴ്ച ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കേരള ലളിതകലാ അക്കാദമിയുടേതാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ആർട്ട് ഗ്യാലറി. അക്കാദമിയുടെ സംസ്ഥാന അവാർഡ് നേടിയ 30 കലാകാരന്മാരുടെ പെയിന്റിങ്ങുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. ഈ പെയിന്റിങ്ങുകൾ വാങ്ങാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിയും കേരള പാരമ്പര്യവുമാണ് ഓരോ പെയിന്റിങ്ങുകളിലും ദൃശ്യമാകുന്നത്. ഒപ്പം മ്യൂറൽ പെയിന്റിങ്സിന്റെ ഒരു ശേഖരവും ഇവിടെയുണ്ട്. नाहं जानामि कम्पि देवं न दैवं णत्ति श्रोणीयन्ता णत्ति सग्गा भूमिणनिर्यं नो जगकर्ताणो विकताय णय जगहि सरोकोवि ण रक्षौ ण भक्षौ णय कालायो आदित्यो दण्डनायो कम्मुणो चैव दण्डम्. ഒരു സിനിമ കണ്ടില്ലെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ ചില സിനിമകൾ കാണാതിരുന്നാൽ അതൊരു നഷ്ടമായി എന്ന് പിന്നീട് തോന്നും. അത്തരത്തിലൊരു സിനിമയാണ് ആനന്ദ് ഗാന്ധി സംവിധാനം ചെയ്ത ഷിപ്പ് ഓഫ് തെസ്യൂസ് എന്ന സിനിമ. നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം ഇതിനകം നിരവധി പുരസ്കാരങ്ങളും നേടി. सच्च समग्गा बहवे सच्चोय एगरुभोणवरम् समया मे मणो तु विह अवस्थासु मम पत्थणाः निज्जरौ वन्नाणकं मम शुद्ध सासयरुवोहमियत्तु मे संयंसणम् अन्तेणाय भवौ चव्यं मे पयं मोक्षमग्गवो. ഏഥൻസിലെ രാജാവായ തെസ്യൂസിന്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ പ്ലൂട്ടാർക്ക് ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അഴുകിത്തുടങ്ങിയ പലകകൾ മാറ്റി ഒരു കപ്പലിനെ പുനർനിർമ്മിച്ചാൽ ആ പഴയ കപ്പൽ തന്നെയാകുമോ പുതിയത് എന്ന ചോദ്യം. ഈ ചിന്തയെ മനുഷ്യരിലെ അവയവം മാറ്റിവെക്കലുമായി ബന്ധപ്പെടുത്തി കഥ പറയുകയാണ് ഷിപ്പ് ഓഫ് തെസ്യൂസ് എന്ന സിനിമ. As the planks of Theseus' ship needed repair, it was replaced part by part, up to a point where not a single part from the original ship remained in it anymore. Is it then still the same ship? If all the discarded parts were used to build another ship, which of the two, if either, is the real ship of Theseus? ആലിയ, മൈത്രേയൻ, നവീൻ എന്നിങ്ങനെ 3 പേരുടെ കഥയാണ് സിനിമ പറയുന്നത്. ഫോട്ടോഗ്രാഫറായ ആലിയയ്ക്ക് കാഴ്ച വൈകല്യമുണ്ട്.
പക്ഷെ അവൾ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ വളരെ മനോഹരങ്ങളാകുന്നു. Well, first to document, archive and remember, then to kind of explore, understand and see. So I guess all art evolves from a need to record the apparent to a need to capture the essence. That's very well put. I mean, that's exactly how it's been for me. When I first started taking pictures, I was very much... ഒരിക്കൽ കണ്ണുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ കാഴ്ച ലഭിക്കുന്ന അവൾക്ക് പിന്നീട് എടുക്കുന്ന ചിത്രങ്ങളിലൊന്നും സംതൃപ്തിയാവാൻ കഴിയുന്നില്ല. തന്റെ അകക്കണ്ണിലെ അറിവുകളെ കാഴ്ചാശേഷി ബാധിച്ചു തുടങ്ങിയെന്ന് അവൾ തിരിച്ചറിയുന്നു. It was very much amusing. Why black and white? It just gives you more control over the elements of my picture. But do you ever feel limited by anything? No. That's amazing. Is it? I mean, why is it so amazing to not have limits or no doubts? Honestly, I just can't wait to begin my life as a photographer. സന്യാസിയായ മൈത്രേയന്റെ കഥയാണ് രണ്ടാമത്തേത്. മൃഗങ്ങളിലെ മരുന്ന് പരീക്ഷണത്തെ എതിർക്കുന്നയാളാണ് മൈത്രേയൻ. അതുകൊണ്ട് തന്നെ ലിവർ സിറോസിസ് വരുമ്പോൾ മരുന്ന് കഴിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. പക്ഷെ അവസാനം മറ്റൊരാളുടെ കരൾ സ്വീകരിക്കേണ്ടി വരുന്നു. Okay, now that you've saved its life, will you also give it a proper upbringing and a good education? What if it was a worm's karma to just lie there and get crushed? Well, is it lying there getting crushed? So perhaps it wasn't. Or worse, the worm was trying to commit suicide and you have put it in the pot and now it has to crawl its way back to nirvana. Do you believe in our case? I'm sorry, I didn't get your name. Charva. Sure. Really? Your parents named you that? No, my parents named me Madhav after the great theologist Madhavacharya, but I decided to switch sides at the age of 14. തന്റെ ശരീരത്തിൽ മാറ്റിവെച്ച വൃക്കയാണ് നവീന്റെ പ്രശ്നം. അതിന്റെ ഉടമയെ തേടി പോവുകയാണ് അയാൾ. ആ യാത്ര കൊണ്ടുചെന്നെത്തിക്കുന്നത് കുറെ തിരിച്ചറിവുകളിലേക്കാണ്. ഇങ്ങനെ വ്യത്യസ്തരായ 3 കഥാപാത്രങ്ങളുടെ ആശയ സംഘർഷങ്ങളിലൂടെ മനുഷ്യാവസ്ഥയെ സംബന്ധിച്ച വിഷമ പ്രശ്നങ്ങളെയാണ് ആനന്ദ് ഗാന്ധി അവതരിപ്പിക്കുന്നത്. ഒപ്പം ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കും സിനിമ കടന്നു ചെല്ലുന്നു.